നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്: നിങ്ങൾ സകലത്തിലും എപ്പോഴും ചിലതിലും എന്നല്ല, സകലത്തിലും ചിലപ്പോഴും എന്നല്ല, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെന്ന് അറിയത്തില്ല. ഐ ബിലീവ് ഇൻ ഇറ്റ്. ഞാൻ സാമ്പത്തിക കാര്യത്തിൽ തൃപ്തിയുള്ളവനായിരിക്കും, ഞാൻ ആരോഗ്യത്തിൽ തൃപ്തിയുള്ളവനായിരിക്കും, എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ തൃപ്തനായിരിക്കും, എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ തൃപ്തനായിരിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ തൃപ്തനായിരിക്കും എന്നെനിക്ക് ധൈര്യത്തോടെ പറയാം. ഞാൻ തൃപ്തനാണ്. എങ്ങനെയാ തൃപ്തനാകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് വേണ്ടി ഒരുവൻ എന്തെങ്കിലും കൊടുത്താൽ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് കൊടുത്തതാണ്. ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുത്തിരിക്കുകയാണ്. ഒരു നമ്പറും പ്രയോഗിക്കാതെ, ഒരു ഗിമ്മിക്കും ഇല്ലാതെ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം മാത്രം ഞാൻ കർത്താവിനെ സേവിക്കുന്നുവെന്ന പ്രാഗൽഭ്യം എനിക്ക് നിങ്ങളുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും ഉണ്ട്. അങ്ങനെ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവനായിരിക്കും. ഈ സകലത്തിലും നിങ്ങൾക്ക് തൃപ്തി വന്നാലാണ് നിങ്ങൾക്ക് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അന്നമുണ്ട്, നിങ്ങൾക്ക് തൃപ്തിയായ നന്മയുണ്ടെങ്കിലേ നിങ്ങൾക്ക് വേറൊരാൾക്ക് ഒരു നന്മ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇത് നമ്മൾ ഈ യോഗത്തിന് വരുന്നതെല്ലാം നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കാണ്. ഓഗസ്റ്റിലെ ആവശ്യം കഴിയുമ്പോൾ പിന്നെ സെപ്റ്റംബറിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് സെപ്റ്റംബറിലെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ തൃപ്തരാകുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൽപ്രവൃത്തിയിൽ പെരുകി വരാനൊക്കത്തുള്ളൂ.